ഹലോ സുഹൃത്തുക്കളെ, ഹിന്ദി സീഖോ എന്ന ചാനലിൻ്റെ ദൈനംദിന ഹിന്ദി സംഭാഷണങ്ങൾ എന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ചില ഹിന്ദി ക്രിയാപദങ്ങളുടെ വിവിധ രൂപങ്ങളും അർത്ഥവും പ്രയോഗങ്ങളും നോക്കാം. എന്താ, റെഡിയല്ലേ? ശരി, ഇവിടെ നാം ദിവസവും ഉപയോഗിക്കുന്ന ചില ഹിന്ദി ക്രിയാപദങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളും അവയുടെ അർത്ഥവും ഉപയോഗങ്ങളും നോക്കാം. കർ എന്ന മൂലക്രിയാപദം ചെയ്യൂ എന്ന അർത്ഥമാണ് നൽകുന്നത്. കർണ എന്ന രൂപത്തിൽ ചെയ്യണം എന്ന അർത്ഥവും നൽകുന്നു. കരോ എന്ന രൂപത്തിൽ നാം ചെറിയവരോട് ചെയ്യൂ എന്ന് പറയാൻ ഉപയോഗിക്കുന്നു. കീജിയെ എന്ന രൂപത്തിൽ വലിയവരോട് ചെയ്യുവിൻ എന്ന് പറയാൻ ഉപയോഗിക്കുന്നു. കർ എന്ന മൂലക്രിയാപദത്തിന് കിയ എന്നും കി എന്നും ഭൂതകാലത്തിൽ രണ്ട് രൂപങ്ങളാണ് ഉള്ളത്. കിയ എന്നത് നാം പുല്ലിംഗ നാമപദത്തിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്നതാണ്. കി എന്നത് സ്ത്രീലിംഗ നാമപദത്തിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്നതാണ്. ആ എന്ന മൂലക്രിയാപദം വരൂ എന്ന അർത്ഥമാണ് നൽകുന്നത്. ആന എന്ന രൂപത്തിൽ വരണം എന്ന അർത്ഥവും നൽകുന്നു. ആവോ എന്ന രൂപത്തിൽ വരൂ എന്ന് നാം ചെറിയവരോട് പറയാൻ ഉപയോഗിക്കുന്നു. ആയിയെ എന്ന രൂപത്തിൽ വരുവിൻ എന്ന് വലിയവരോട് പറയാൻ ഉപയോഗിക്കുന്നു. ആ എന്ന മൂലക്രിയാപദത്തിന് ആയ എന്നും ആയി എന്നും രണ്ട് രൂപങ്ങൾ ഭൂതകാലത്തിൽ ഉണ്ട്. ആയ എന്നത് പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്നു. ആയി എന്നത് സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, രാമൻ വന്നു എന്ന് പറയുമ്പോൾ രാം ആയ എന്നും സീത വന്നു എന്ന് പറയുമ്പോൾ സീത ആയി എന്നും പറയുന്നു. ജ എന്ന മൂലക്രിയാപദം പോകൂ എന്ന അർത്ഥമാണ് നൽകുന്നത്. ജാന എന്ന രൂപത്തിൽ പോകണം എന്നും അർത്ഥം നൽകുന്നു. ജാവോ എന്ന രൂപത്തിൽ പോകൂ എന്ന് നാം ചെറിയവരോട് പറയാൻ ഉപയോഗിക്കുന്നു. ജായിയെ എന്ന രൂപത്തിൽ പോകുവിൻ എന്ന് വലിയവരോട് പറയാൻ നാം ഉപയോഗിക്കുന്നു. ജ എന്ന മൂലക്രിയാപദത്തിന് ഗയ എന്നും ഗയി എന്നും രണ്ട് രൂപങ്ങളാണ് ഭൂതകാലത്തിൽ ഉള്ളത്. ഗയ എന്നാൽ പുല്ലിംഗത്തോടൊപ്പം പോയി എന്ന് പറയാൻ ഉപയോഗിക്കുന്നു. ഗയി എന്നാൽ സ്ത്രീലിംഗത്തോടൊപ്പം പോയി എന്ന് പറയാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, അവൻ പോയി എന്നാൽ വഹ് ഗയ എന്നും അവൾ പോയി എന്നാൽ വഹ് ഗയി എന്നുമാണ് ഉപയോഗിക്കുന്നത്. ഖ എന്ന മൂലക്രിയാപദത്തിന് തിന്നു അല്ലെങ്കിൽ കഴിക്കൂ എന്ന അർത്ഥമാണ് ഉള്ളത്. ഖാന എന്ന രൂപത്തിൽ തിന്നണം അല്ലെങ്കിൽ കഴിക്കണം എന്ന അർത്ഥമാണ് ഉള്ളത്. ഖാവോ എന്ന രൂപത്തിൽ കഴിക്കൂ അല്ലെങ്കിൽ തിന്നു എന്ന് ചെറിയവരോട് പറയാൻ നാം ഉപയോഗിക്കുന്നു. ഖായിയെ എന്ന രൂപത്തിൽ തിന്നുവിൻ അല്ലെങ്കിൽ കഴിക്കുവിൻ എന്ന് വലിയവരോട് നാം പറയാൻ ഉപയോഗിക്കുന്നു. ഖ എന്ന മൂലക്രിയാപദത്തിന് ഖായ എന്നും ഖായി എന്നും രണ്ട് രൂപങ്ങളാണ് ഭൂതകാലത്തിൽ ഉള്ളത്. ഖായ എന്ന് പുല്ലിംഗത്തോടൊപ്പം തിന്നു അല്ലെങ്കിൽ കഴിച്ചു എന്ന് പറയാൻ നാം ഉപയോഗിക്കുന്നു. ഖായി എന്ന് സ്ത്രീലിംഗത്തോടൊപ്പം തിന്നു അല്ലെങ്കിൽ കഴിച്ചു എന്ന് പറയാൻ ഉപയോഗിക്കുന്നു. ദേഖ് എന്ന മൂലക്രിയാപദം നോക്കൂ എന്ന അർത്ഥമാണ് നൽകുന്നത്. ദേഖ്ന എന്ന രൂപത്തിൽ നോക്കണം എന്ന അർത്ഥവും നൽകുന്നു. ദേഖോ എന്ന രൂപത്തിൽ നോക്കൂ എന്ന് ചെറിയവരോട് പറയാൻ നാം ഉപയോഗിക്കുന്നു. ദേഖിയെ എന്ന രൂപത്തിൽ നോക്കുവിൻ എന്ന് വലിയവരോട് നാം പറയാൻ ഉപയോഗിക്കുന്നു. ദേഖ് എന്ന മൂലക്രിയാപദത്തിന് ദേഖ എന്നും ദേഖി എന്നും രണ്ട് രൂപമാണ് ഭൂതകാലത്തിൽ ഉള്ളത്. ദേഖ എന്ന് നോക്കി എന്ന് പുല്ലിംഗത്തിന്റെ ഒപ്പം പറയാൻ ഉപയോഗിക്കുന്നു. ദേഖി എന്ന് സ്ത്രീലിംഗത്തോടൊപ്പം നോക്കി എന്ന് പറയാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, അവൻ നോക്കി എന്ന് പറയുമ്പോൾ വഹ് ദേഖ എന്നും അവൾ നോക്കി എന്ന് പറയുമ്പോൾ വഹ് ദേഖി എന്നുമാണ് പറയുന്നത്. അതായത്, ഉസ്നെ ദേഖ, അവൻ നോക്കി എന്ന് പറയുമ്പോൾ ഉസ്നെ ദേഖ എന്നും അവൾ നോക്കി എന്ന് പറയുമ്പോൾ ഉസ്നെ ദേഖി എന്നുമാണ് പറയേണ്ടത്. പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ചില ക്രിയാപദങ്ങളുടെ വിവിധ രൂപങ്ങളും വാക്യപ്രയോഗങ്ങളും കണ്ടു. ഒരു ക്രിയേറ്ററുടെ ശക്തി അഥവാ നട്ടെൽ എന്ന് പറയുന്നത് പ്രേക്ഷകരായ നിങ്ങൾക്ക് തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിൻ്റെ യാത്രയിൽ സപ്പോർട്ട് ചെയ്യുക. ഇതിൽ വരുന്ന വീഡിയോസ് എല്ലാം നോക്കുകയും ലൈക്കും ഷെയറും ചെയ്യുകയും വേണം കേട്ടോ. അതുമാത്രമല്ല, എപ്പോഴും പറയുന്നത് പോലെ പ്രയോജനമുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും മറക്കാതെ നൽകണേ. അപ്പോൾ സുഹൃത്തുക്കളെ, നാം ദിവസവും ഉപയോഗിക്കുന്ന ഹിന്ദി വാക്കുകൾ, വാക്യങ്ങൾ, ഉപവാക്യങ്ങൾ, പഴഞ്ചൊല്ലുകൾ എന്നിവയെപ്പറ്റിയെല്ലാം കൂടുതലായി അറിയാൻ ദൈനംദിന ഹിന്ദി സംഭാഷണങ്ങൾ എന്ന വീഡിയോസിനായും ഷോർട്സിനായും കാത്തിരിക്കൂ. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. ഹിന്ദി സീഖോ എന്ന ചാനലിൻ്റെ ദൈനംദിന ഹിന്ദി സംഭാഷണങ്ങൾ എന്ന വീഡിയോയിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സീതാ സുന്ദർ.